ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ചെങ്ങന്നൂർ നഗരത്തിൽ കുടിവെള്ളക്ഷാമം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ വീടുകളിലെ പൈപ്പുകളിലാണ് കുടിവെള്ളം എത്താത്തത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വാർഡ് കൌൺസിലർ ശ്രീദേവി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. രണ്ടാഴ്ചയായി പൈപ്പുകളിൽ വെള്ളമില്ല. കുന്നത്തുമലയിൽ 6 മാസം വരെയായി വെള്ളം കിട്ടാത്തവരുണ്ട്. പലരും പണം കൊടുത്ത് ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് ഉപയോഗിക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വാർഡ് കൌൺസിലർ ശ്രീദേവി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. ജല അതോറിറ്റിയുടെ അലംഭാവം കാരണം ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ചെങ്ങന്നൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പാണ്ഡവൻപാറ, നൂറ്റവൻപാറ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് പ്രയാസം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് ജല അതോറിറ്റി കുറച്ചിട്ടുണ്ട്. അതേസമയം വേനൽ ശക്തമാകുന്ന സൂചനയുള്ളതിനാലാണ് വിതരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. പൊട്ടിയ പൈപ്പുകളും വിതരണ ലൈനുകളും മാറ്റുന്നതിൽ കാലതാമസം നേരിടുകയാണ്. കരാറുകാർ പ്രവൃത്തികൾ ഏറ്റെടുക്കാത്തതും പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികളെ ബാധിക്കുന്നുണ്ട്. ഇതുമൂലം ധാരാളം ജലം പാഴാകുന്നുമുണ്ട്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി നടപ്പാക്കുന്ന ചെങ്ങന്നൂർ കുടിവെള്ള പദ്ധതി, അമൃത് കുടിവെള്ള പദ്ധതി എന്നിവ വിവിധ ഘട്ടങ്ങളിലാണ്. ഇത് പൂർത്തിയാക്കാൻ കാലതാമസമെടുക്കും. അയ്യപ്പന്മാർക്കായി റെയിൽവേ സ്റ്റേഷന് പുറത്ത് റോഡ് വക്കിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റിയുടെ 3 ടാപ്പുകളും നോക്കുകുത്തികളാണ്. 2 ദിവസമായി ഇതിൽ വെള്ളം വരാറില്ല. സ്ഥലത്തെത്തുന്ന അയ്യപ്പന്മാർക്കും കടക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. സ്ഥലത്തെ സ്റ്റാളുകളും സഹായ കേന്ദ്രങ്ങളും ഈ ടാപ്പിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തുന്നില്ല. ഞങ്ങളുടെ ഈ പ്രദേശത്ത് 15 വീടുകൾ കിണറില്ലാത്ത വീടുകളാണ്. ഈ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് എത്രയും കഴിയുന്ന ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണം. കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ പടിഞ്ഞാറേ നട നിവാസികൾ ഇന്നലെയും സമരം സംഘടിപ്പിച്ചിരുന്നു. കുടിവെള്ളം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി. BJP മണ്ഡലം ട്രഷറർ SV പ്രസാദ്, വാർഡ് കൌൺസിലർ ശ്രീദേവി ബാലകൃഷ്ണൻ, കൌൺസിലർമാരായ സുധാമണി, ബിന്ദുരാജൻ, പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് വിനോദ്, മുരുകൻ, രാജലക്ഷ്മി എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. ഞങ്ങൾ 6 മാസമായിട്ട് വെള്ളത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. 500 രൂപ കൊടുത്താണ് അടിക്കുന്നത്. അവിടുന്ന് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് അവർ ഇതുവരെയായിട്ട് ഒരു തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം വരാത്തതിൻ്റെ കാരണം പറയുന്നത് എവിടെയോ ബ്ലോക്കാണ് എന്നൊക്കെ ഉള്ള പരാതികളാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 20,000 രൂപ കെട്ടി വെച്ചിട്ട് ശരിയാക്കി തരാമെന്നൊക്കെയാണ് പറയുന്നത്. നിവൃത്തിയില്ലാത്തതാണ്. അതുപോലെ തന്നെ 500 രൂപ ഡെയിലി അടിച്ചാണ് ഞങ്ങൾ വെള്ളം ഇവിടെ കൊണ്ടുവരുന്നത്. 6 മാസമായി വെള്ളമില്ല. പണം കൊടുത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ലൈനിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് നന്നാക്കണമെങ്കിൽ വൻതുക വേണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. എത്രയും വേഗം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണം. ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ ഓഫീസിൽ സംവിധാനം വേണമെന്നും നാട്ടുകാർ പറയുന്നു. മറ്റൊന്ന് കുന്നിനാടൻ വെള്ളം വന്നുകൊണ്ടിരുന്ന ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും പൈപ്പ് വരുന്നില്ല. എല്ലാരും 500-600 രൂപ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം ഇറക്കുക. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ വെള്ളം ഇറക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇപ്പം ഞാനും തന്നെ ഒരു 3 ദിവസം വാട്ടർ അതോറിറ്റി പോയി. ആദ്യത്തെ ദിവസം പോയി പറഞ്ഞു. പിന്നെ 2ാമത്തെ ദിവസം വാർഡ് കൗൺസിലറുടെ കൂടെ പോയിട്ട് അവരൊരു അരമണിക്കൂർ നിന്ന് അവരെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. ചിന്മയ ഭാഗം അവർ പൊട്ടിച്ച് നോക്കി. പക്ഷേ അവിടെ അല്ല പ്രശ്നം, കിഴക്കാടലാണെന്ന് പറഞ്ഞു. അവിടെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെയും പൊട്ടിച്ചു. ഇതുവരെ എന്തായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.